ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് വീടുകളിൽ പോയില്ലോ. അതാണല്ലോ ജോലി, സാന്ത്വന പരിചരണം. അവിടെ പോയപ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടായിരുന്നു. അത് നിങ്ങളിലേക്കൊന്ന് പങ്കുവെക്കണമെന്ന് വിചാരിച്ചു. കാരണം അമ്മ, 2 മക്കൾ, ഒരു മകൻ്റെ ഭാര്യ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഈ അമ്മ കിടക്കുന്ന വീട്ടിൽ ഒരു മകനും ഭാര്യയും കൊച്ചും. അപ്പോൾ മകനും ഭാര്യയും ജോലിക്ക് പോയിരിക്കുന്നു. അപ്പുറത്തെ വീട്ടിലെ മകൻ്റെ ഭാര്യ ഞങ്ങൾ ചെന്നപ്പോൾ വന്നു. അമ്മയുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. അമ്മ നീറ്റായിട്ട് തന്നെ നോക്കുന്നത് ഒക്കെ ശരിയാണ്. അവർ ഭക്ഷണമൊക്കെ കഴിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചറിഞ്ഞു. അവരോട് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു. 90 വയസ്സായിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക്. പക്ഷെ അമ്മ സംസാരിക്കുന്നുണ്ട്. നല്ലൊരു അമ്മയാണ്. അവരുടെ ഫോട്ടോ കാര്യങ്ങളൊന്നും എനിക്ക് ഇടാൻ പറ്റില്ലല്ലോ. എനിക്ക് ശരിക്കും അവരുടെ ഫോട്ടോ എടുത്തിടണമെന്ന് തോന്നി അവരുടെ സംസാരം കേട്ടപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മനസ്സിന് വേദന ഉണ്ടാക്കുന്നൊരു കാര്യം അവിടെ നിന്നുണ്ടായി. ആ അമ്മ പറയാണ്, ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച അമ്മ എന്താ കഴിച്ച, അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, കുറച്ച് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പക്ഷേ അമ്മ പറയാണ്, പോരാ നേരത്തെ ഞങ്ങൾ പോട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കവിളത്ത് തലോടിയപ്പോൾ അമ്മ പറഞ്ഞു, മോള് കുറച്ച് നേരം എൻ്റെ അടുത്തിരിക്കുമോ, എനിക്ക് കുറച്ച് നേരം മോൾ എൻ്റെ അടുത്തിരിക്കുക. അത് കേട്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഒത്തിരി വിഷമമായിപ്പോയി എന്ന് പറഞ്ഞാൽ ഒത്തിരി വിഷമമായിപ്പോയി. കാരണം അവരമ്മയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, അത് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ആ അമ്മയുടെ അടുത്ത് ഒരു 5 മിനിറ്റ് ഇരിക്കാനായിട്ട് അവർക്ക് ആർക്കും സമയമില്ല എന്നാണ് പറഞ്ഞത്. അവർ പറയുകയല്ല, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടെ കൊച്ചുമോളുണ്ട്, മകൻ്റെ മോൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുട്ടിയെ വിളിച്ചു, ചോദിച്ചു, മോളെ അച്ഛമ്മയുടെ അടുത്ത് വന്നിരിക്കാറുണ്ടോ? ഞാൻ ഇരിക്കാറൊന്നുമില്ല, അച്ഛമ്മോട് ഇവിടെ നിന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, അവരാരും ആ അമ്മയുടെ അടുത്തൊന്ന് കുറച്ച് സമയം ഇരിക്കുകയോ ആ അമ്മയൊന്ന് തൊട്ട് തലോടുകയോ ഞാൻ ചെയ്യില്ല. അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ ഈ പുതിയ തലമുറയും പഴയ തലമുറയും ഒക്കെ കണക്കാണ് ഞാൻ നോക്കിയിട്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, പ്രായമായവർക്ക് അവരുടെ അസുഖം, അതിൻ്റെ മരുന്ന്, ഭക്ഷണം അതെല്ലാം ചെയ്തു കൊടുക്കുന്നവരും അല്ലാത്തവരായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ലോകം. പൊക്കോട്ടെ, നമുക്ക് ആരെയും തിരുത്താൻ പറ്റില്ല, പറയാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, മാനസികമായിട്ട് ഒത്തിരി തളർന്നു കിടക്കുന്ന, ശരിക്കും കൊച്ചുകുട്ടികളെ പോലെ ആയി തീരുന്നൊരവസ്ഥയാണ് പ്രായമായി വരുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ ഒരു തലോടൽ, കുറച്ച് നേരം അവരുടെ അടുത്തിരിക്കുക, സ്നേഹത്തോടെ 2 വാക്ക് സംസാരിക്കുക, അതൊക്കെ ഭയങ്കര പ്രഷ്യസാണ് ആ കിടക്കുന്ന ആൾക്ക്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ഒരുപാട് പേര് അങ്ങനെ ആരെങ്കിലും അമ്മമാർ വീട്ടിൽ, അച്ഛനോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ പ്രായമായി കിടക്കുന്നവർ, അസുഖം വന്ന് കിടക്കുന്നവർ ആരായാലും, പ്രായമായവരോട് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നത്, അവർക്ക് അവരുടെ അടുത്തിരുന്ന് 5 മിനിറ്റ് നേരം സംസാരിക്കുക, അവരെ ഒന്ന് തൊട്ട് തലോടുക, കവിളത്തുനിന്ന് മക്കളാണെങ്കിൽ ഒരു ഉമ്മം കൊടുക്കുക, അതൊക്കെ ഭയങ്കര മാനസികമായിട്ട് എന്ത് ഹാപ്പിനെസ് അവർക്ക് കിട്ടുകയെന്നറിയാം. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കണം. ഇത് പറയാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും സങ്കടം വന്നു പോയി. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, സംസാരിച്ചു കഴിഞ്ഞ് എണീറ്റപ്പോൾ പറഞ്ഞു, പോട്ടെ ഇനി ഞങ്ങൾ പോട്ടെ എന്ന് വെച്ചപ്പോൾ, കുറച്ച് നേരം കൂടി ഇരിക്കുമെന്ന് വീണ്ടും ചോദിച്ചു. ആ അമ്മയുടെ ഒരു സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അവരോട് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല, മോളൊന്നും ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതാണ് ഓരോ പ്രായമായി കിടക്കുന്ന അച്ഛനമ്മമാരുടെ മാനസികാവസ്ഥ. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ അച്ഛനമ്മമാർ കുറച്ചും കൂടി സന്തോഷത്തോടെ ജീവിച്ച് മരിക്കാനായിട്ടുള്ളൊരവസരം വരും. അപ്പോൾ അത് ശ്രമിക്കുക. ഈ വീഡിയോ കണ്ട ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്, അതൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ താങ്ക് യു.